ഇന്ന് ക്രൈസ്തവ സമുദായം നേരിടുന്ന വെല്ലുവിളികളെ ജനശ്രദ്ധയിലേക്ക് ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ശ്രീ ബിജുവിന്റെ നേതൃത്വത്തില് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ അതിജീവന യാത്ര തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. മാർത്തോമാശ്ലീഹായുടെ പാദസ്പർശനമേറ്റ ഈ മണ്ണില് ഭാരതസഭയുടെ പിള്ളത്തൊട്ടിലായ കൊടുങ്ങല്ലൂര് നിലനിൽക്കുന്ന ഈ മണ്ണിലേക്ക് ഈ യാത്ര കടന്നു വരുമ്പോൾ ഞങ്ങളുടെ എല്ലാ ആദരവും എല്ലാ സ്വാഗതവും സ്നേഹപൂർവ്വം നേരിട്ടെ. ഇന്ന് കേരളത്തിലും ഭാരതത്തിലും തടയപ്പെടുന്ന ഒരു സമൂഹമായിട്ട് കത്തോലിക്ക സമൂഹം, ക്രൈസ്തവ സമൂഹം മാറ്റപ്പെട്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യത്തില്, ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യത്തില് നീതിയോ അതോടൊപ്പം തന്നെ ഒരുമിച്ചുള്ള ആനുകൂല്യമോ നൽകുന്നില്ല എന്നുള്ളത് ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ ഭാരതത്തിലും കേരളത്തിലും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദളിതരുടെ കാര്യമായാലും കർഷകരുടെ കാര്യമായാലും നമ്മുടെ ക്രൈസ്തവർക്ക് ലഭിക്കുന്ന അവകാശങ്ങള് നീതിയുക്തമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നില്ല. സർക്കാർ, അത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുന്നു എന്നുള്ള വേദനാജനകമായിട്ടുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. നവകേരള സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും പാവപ്പെട്ട കർഷകരുടെ കാര്യത്തില് ഇന്നും അവഗണനീയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം ഇന്ന് സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രതിവിധി ഇന്നും നടപ്പിലായിട്ടില്ല. ചാലക്കുടിയിലെ കിഴക്ക് ഭാഗത്തുള്ള മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട കർഷകര്, അതുപോലെ തന്നെ നമ്മുടെ രൂപതയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തീരദേശ പ്രദേശത്ത് വസിക്കുന്ന പാവപ്പെട്ട മത്സ്യ ബന്ധന ജോലിക്കാര് ഇവരനുഭവിക്കുന്ന കഷ്ടതകള് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇവരെ ഒന്നും പരിഗണിക്കാൻ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ മുന്നോട്ട് വരുന്നില്ല. ഈ അതിജീവന യാത്ര അവരുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുവാൻ, ഈ ആവശ്യങ്ങൾ കൊണ്ടുവരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. JB കോശി കമ്മീഷൻ വെച്ചപ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് അത് കണ്ടത്. 5 ലക്ഷത്തോളം പരാതികള് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രൂപതകളിൽ നിന്ന് നൽകപ്പെട്ടു. അതിന്റെ റിപ്പോർട്ട് കേരള സർക്കാരിന് കൊടുത്തു കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും അതിനെക്കുറിച്ച് അത് പബ്ലിഷ് ചെയ്യുകയോ അതല്ല എങ്കിൽ അതിന്റെ വേണ്ട വിധത്തില് അതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങള് സഭാ സമൂഹങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രീ ബിജുവിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ അതിജീവന യാത്രയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മാർത്തോമാശ്ലീഹായുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിലേക്ക്, ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടിലായിരിക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഏറെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.